നന്മകൾക്ക് അനുസരണമായി ഇന്ന് പകൽക്കാലം കർത്താവിനെ സ്തുതിപ്പാൻ തയ്യാറാകട്ടെ. നമ്മൾ കേട്ടല്ലോ, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ സങ്കേതമായ കർത്താവിനെ നമുക്കൊന്ന് സ്തുതിക്കാം. നമ്മുടെ അധരങ്ങളെ ഒന്ന് ചലിപ്പിക്കാം, വായകളെ തുറക്കാൻ. പ്രിയമുള്ളവരെ, നാം ആലയത്തിലായിരിക്കുന്ന കർത്താവിനെ സ്തുതിപ്പാനാണ്. യഹോവ നമുക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും തക്ക മഹത്വം കൊടുപ്പാൻ നമുക്ക് സ്തുതിപ്പാൻ മാത്രമേ കഴിയുകയുള്ളൂ. ചേർന്ന് പാടിയാട്ടെ. പാപത്താൽ മുറിവേറ്റ നമ്മെ കർത്താവ് കരുതി വഴി നടത്തിയില്ലേ, നമ്മെ താങ്ങി നമ്മെ അതിൽ നിന്ന് വിടുവിച്ച് കർത്താവ് തന്റെ പാണിയാൽ നമ്മെ കഴുകി ശുദ്ധീകരിച്ച് നിത്യരാജ്യത്തിന് ഓഹരിക്കാരാക്കി നമ്മളെ തീർത്തെങ്കിൽ ഇന്ന് പകൽക്കാലം ആ രക്ഷയെ ഓർത്ത് നമുക്ക് സ്തുതിക്കാം, ചേർന്ന് പാടാം. നന്ദി നന്ദി എൻ ദൈവമേ എന്നുള്ള ഗാനം പാടുന്നു. ഇന്ന് പകൽക്കാലം ചേർന്ന് പാടി കർത്താവിനെ സ്തുതിച്ചാട്ടെ. എണ്ണമില്ലാതുള്ള നന്മകൾ
സ്തുതിക്കാം, ചേർന്ന് ആരാധിക്കാം. സേനയിനധിപൻ ദേവനില്ലാതിയായ ആശ്രയം എവനുണ്ടോ? ആയവരേവനിലും അതിധന്യൻ. സേനയിനധിപൻ ദേവനില്ലാതിയായ ആശ്രയം എവനുണ്ടോ? ആയവരേവനിലും അതിധന്യൻ. യാവിൻ വാസമെന്നധികാമ്യം.
സ്വർഗസ്ഥ പിതാവേ, നന്ദിയോട് സ്തോത്രം. ഇന്ന് പൽക്കാലം ഞങ്ങൾക്ക് ഒന്നിച്ച് ആരാധിപ്പാൻ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് പൽക്കാലം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ ഇന്ന് പൽക്കാലം ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. അല്പസമയം കൂടെ തിരുസന്നിധിയിരിക്കുന്നു. സ്വർഗീയമായ കൃപ കൊണ്ട് നിറയ്ക്കണമേ. പുത്രനെ മഹത്വപ്പെടുത്തണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ. നമുക്ക് എല്ലാവർക്കും ഇരിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം വായിക്കുന്നു. Let's go to Hebrews chapter 11 and verse 27. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കിയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ട് പോന്നു. By faith he left Egypt, not being afraid of the anger of the king, for he endured as seeing him who is invisible. ഇന്ന് പൽക്കാലം ദൈവം നമ്മളെ കൂട്ടിവരുത്തിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. I thank God that he has enabled all of us to gather here this morning. അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ ദൈവദാസന്മാർ കൂടെ നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി ദൈവം നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു. He gave us an opportunity to hear the word of God from a couple of servants of God, and I thank God for that. വിവിധ രാജ്യങ്ങളിൽ നമ്മോട് ആരാധിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാവർക്കും സ്തോത്രം. ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. May God bless all of those who have joined us from all parts of the world. എബ്രായ ലേഖനത്തിൽ മോശയെക്കുറിച്ച് കഴിഞ്ഞ 2 ആഴ്ചക്കാലം നമ്മൾ ചിന്തിക്കുകയുണ്ടായി. From the book of Hebrews, for the last 2 weeks we've been thinking and meditating on Moses. താനൊരു വിശ്വാസവീരനായിരുന്നു എന്നാണ് എബ്രായ ലേഖനത്തിൽ നമ്മൾ തെളിയിക്കുന്നത്. We've read that it has been proven in the book of Hebrews that he's a mighty man of faith. എന്നാൽ ഇപ്പോൾ തന്റെ ജീവിതത്തിൽ താൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യം, വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുകയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോന്നു. And here what we read is by faith he endured as seeing him who is invisible, and he was not afraid of the anger of the king. അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു. Just like he had seen the God who was invisible, he stood firm. മിസ്രയീമിലെ സകല നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന ഏറ്റവും വലിയ ധനമെന്നെണ്ണി ആ തെരഞ്ഞെടുപ്പ് നടത്തിയ ഒരു വ്യക്തിയാണ് മോശ. Moses was a man who, beyond the treasures of Egypt, he considered the reproach of Christ to be a greater wealth. തന്റെ മാതാപിതാക്കൾ വീരരായിരുന്നു എന്ന് നമ്മൾ ഒരു ദിവസം ചിന്തിച്ചു. We meditated one day that his parents were mighty people of faith. ആ വിശ്വാസം മകനിലേക്കും കടന്നു വരികയുണ്ടായി. And that faith also was instilled in this child. 40 വർഷം ഫറവോന്റെ കൊട്ടാരത്തിൽ താമസിച്ചായി നമുക്ക് കാണുവാൻ തക്കവണ്ണം. And we know that he lived in the palace of Pharaoh for 40 years. 40 വർഷം കഴിഞ്ഞപ്പോൾ തന്റെ ജീവിതത്തിൽ തന്റെ വിളിയെക്കുറിച്ചുള്ളതായ ഒരു നിർണയം തനിക്കുണ്ടായി. And he had a clarity of the calling that of his life after 40 years. ഞാൻ ഇവിടെ സുഖജീവിതം നയിക്കാനുള്ളവനല്ല. He understood that I'm not supposed to live in this comfortable way. എന്നെ ദൈവം ജീവനോടെ ശേഷിപ്പിച്ചിരിക്കുന്നത് അതേ ദൈവത്തിന്റെ വേല ചെയ്യുവാനാണ്. The fact that God has kept me alive is to do his work. സകലവിധമായ സുഖജീവിതം നയിച്ചുകൊണ്ടിരുന്ന മോശ താൻ ക്രിസ്തുവിന്റെ നിന്നയാണ് ചുമക്കുന്നെന്ന് താൻ എണ്ണിക്കൊണ്ട് അതേ മിസ്രയീം വിട്ട് പോകാൻ തക്കവണ്ണം തീരുമാനിച്ചു. And Moses, who was living with all comforts of this world, he considered the reproach of Christ to be greater, and he rejected everything, and he followed what God had asked him to do. അപ്പോൾ താൻ ഒരു തീരുമാനമെടുത്തു. So he came to a decision. ഞാൻ ഇവിടെ താമസിക്കാനുള്ളവനല്ല. I'm not supposed to stay here. എന്നെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്. My God has a great plan for me. അതുകൊണ്ട് സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിപ്പാൻ തക്കവണ്ണം താൻ സഹോദരന്മാരുടെ അടുക്കലേക്ക് ഇറങ്ങി ചെന്നു എന്നാണ് പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. And in the book of Exodus we read like this, that he went to seek out what was going on with his brothers. താൻ ഒരു തെരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞു. He had made a choice. ദൈവവിളി അനുസരിച്ച് താൻ ഇറങ്ങി കഴിഞ്ഞു. He got out knowing the call of God. 40 വർഷത്തെ കൊട്ടാര ജീവിതം വിട്ട് താൻ സഹോദരന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. And after 40 years of his life in the palace, he is coming down to his brothers. താൻ സഹോദരന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവരെന്നെ കൈക്കൊള്ളുമെന്നാണ് താൻ വിചാരിച്ചത്. And he may have thought that when he went to his brothers that they would have received him. വലിയ പ്രതീക്ഷയോടാണ് താൻ കടന്നു ചെന്നത്. With great expectations he's going down there. അപ്പോൾ താൻ കാണുന്ന കാഴ്ച ഒരു എബ്രായ മനുഷ്യനെ, ഒരു യഹൂദനെ, ഒരു മിസ്രയീമിൻ അതേ ഉപദ്രവിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. And the sight he saw was an Egyptian man attacking an Hebrew person. അത് തനിക്ക് സഹിക്കാൻ വയ്യാതെ വന്നു. And he could not bear it. നമ്മളിന്ന് ഈ ക്രിസ്തീയ രാജ്യങ്ങളിൽ, അതേ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും മറ്റും നമ്മുടെ ക്രിസ്ത്യാനികൾ കഷ്ടം അനുഭവിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു വേദന ഉണ്ടാകത്തില്ലേ? When you start to see in communist countries when our Christian brothers are being attacked, you have a burden in your heart. അപ്പോൾ നമ്മളൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ ആ ഭരണതലത്തിലായിരുന്നെങ്കിൽ
ഇവരൊക്കെ ശരിയാക്കിയെന്നൊക്കെ വാശി പിടിക്കുന്ന ആൾക്കാരുണ്ട്. And I know of people that think if they were in authority in that land, that they would have caught the people that are attacking. അതെ, ക്രിസ്ത്യാനി എന്നുള്ള പേരിൽ ആരെ ഉപദ്രവിക്കുന്ന കണ്ടാലും നമുക്കൊരു വിഷമം ഉണ്ടാകും. No matter who it is that is being attacked, if they have the name of Christian, we do have a burden and a sadness associated with it. താൻ സഹോദരന്മാരുടെ അടുക്കലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ഒരു മിസ്രൈമൻ ഒരു എബ്രായനെ അടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. And what he sees as he went down to his brothers is an Egyptian man slapping and beating a Jewish man. മോശ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ആരും കാണുന്നില്ലല്ലോ എന്ന് മനസ്സിലാക്കി ആ മിസ്രൈമിനെ അടിച്ചു വന്ന് മണലിൽ മറവ് ചെയ്യുവാൻ തക്കോടിയായി. And we see Moses look to either side of him, saw that nobody was watching him, attacked that Egyptian man, killed him and buried him. താൻ വിചാരിച്ച ഈ നിലയിൽ ഓരോരുത്തരെ അടിച്ചടിച്ച് കൊന്ന് മണലിൽ മറവ് ചെയ്ത് എബ്രായരെ രക്ഷിക്കണം എന്നുള്ള ഒരു ചിന്തയിലാണ് താൻ വാശി കൂടി കടന്നു ചെന്നത്. And he had this thought in his heart that in this manner he will kill Hebrews one by one and save the evil people. താൻ കൊട്ടാരത്തിലേക്ക് മടങ്ങി വന്നു. Now he comes back to the palace. അടുത്ത ദിവസം സഹോദരന്മാർ ക്ഷേമം അന്വേഷിക്കാൻ ഇറങ്ങി ചെന്നു. And the next day he went down to see how his brothers were doing. അപ്പോൾ രണ്ട് ബന്ധക്കോസുകാർ തമ്മിലാണ് വഴക്ക് പിടിക്കുന്നത്. And at that time two Pentecostal people are fighting with each other. എബ്രായനും തമ്മിൽ അടി കൂടുകയാണ്. One Jewish man against another Jewish man. അപ്പോൾ മോശ അവരോട് സൗമ്യമായി സംസാരിച്ചു. And so at that moment Moses talked to them in a pleasant way. നമ്മൾ സഹോദരന്മാരാണ്. We are brothers. അതുകൊണ്ട് നീ ഇങ്ങനെ ചെയ്യരുത്. So you should not do this. അതുകൊണ്ട് നീ അടിക്കരുത്. So you should not beat your നിങ്ങൾ brother. വഴക്ക് തീർക്കണം. You need to solve this problem. നമുക്ക് തമ്മിൽ പറഞ്ഞു തീർക്കാനുള്ളതല്ലോ ഉള്ളൂ. Isn't this a problem that we can just talk it out? ആ എബ്രായനെ അടിച്ചോണ്ടിരുന്ന മറ്റേ എബ്രായൻ ഈ മോശയുടെ നേരെ ചൂടാകാൻ തുടങ്ങി. And the Jewish man who was beating the other guy, he started getting angry at Moses. ചോദിക്കുന്ന ചോദ്യം ഇതാണ്. And the question he asked, നീ ഞങ്ങളെ ന്യായാധിപനാക്കിയത് നിന്നെ ആക്കിയത് ആരാണ്? who has made you a judge among us? നീ ഞങ്ങളുടെ മേൽ കർത്തൃത്വം നടത്താൻ വരികയാണോ? Are you conducting lordship over us? അതെ, നീ ഞങ്ങളുടെ മേൽ ഒരു അധികാരവും നടത്തണ്ട. You have no authority over us. അവൻ തിരിഞ്ഞു മോശയുടെ ചൂടാകാൻ And തുടങ്ങി. he started to get angry at Moses. എന്നിട്ട് അവൻ ഒരു കാര്യം കൂടെ പറഞ്ഞു. He says one more thing. ഇന്നലെ നീ മിസ്രൈമിനെ അടിച്ചു കൊന്നതുപോലെ അതെ എന്നെയും അടിച്ചു കൊല്ലാൻ വരികയാണോ? Are you going to kill me in the same manner you killed the Egyptian yesterday? നോക്കണമേ, സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ ആദ്യം ഉണ്ടാകുന്ന പ്രതികൂലമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. This is what you understand as the problem when you get out for gospel work. ഇന്ന് പലകാലം ദൈവമക്കളെ സുവിശേഷ വേല നിസാരമാണെന്ന് വിചാരിക്കരുത്. Child of God, do not think that the work of the gospel is something small. അതൊരു സുഖജീവിതമാണെന്ന് വിചാരിക്കരുത്. Do not think that it is a കൊല്ലാൻ തക്കൊണ്ട് പറവൻ തീരുമാനിച്ചു. And Pharaoh, when he knew about this, he decided to kill Moses. സുഖജീവിതം നയിച്ചുകൊണ്ടിരുന്ന മോശ, This Moses who had a comfortable life. കൊട്ടാരത്തിൽ യാതൊരു കുഴപ്പമില്ലായിരുന്നു. Moses who did not have any problems in that palace. നല്ല ഭക്ഷണം കിട്ടും. He gets great food. തന്നെ ശുശ്രൂഷിപ്പാൻ തക്കൊണ്ട് അനേക വേലക്കാരോടുണ്ട്. So many servants around him to take care of him. സഹോദരന്മാർ കഷ്ടപ്പെടുന്നല്ലോ, അവരുടെ ഇടയിലേക്ക് അവരെ രക്ഷിപ്പാൻ തക്കൊണ്ട് മോശ കടന്നു എന്നതാണ്. And Moses in the goodness of his heart went down to see how his brothers were doing. ആദ്യമേ തന്നെ വലിയ പ്രതികൂലം ആരംഭിച്ചു. And immediately he started facing great problems. കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോകാനൊക്കത്തില്ല. Now he cannot go back to the ഇവിടെ palace. നിൽക്കാനൊക്കത്തില്ല. He cannot stand there. സംഗതി പ്രശ്നമായിരിക്കുകയാണ്. It has become a major problem. നോർത്ത് ഇന്ത്യ നല്ല ഉന്നതമായ ഒരു ജോലി ഉണ്ടായിരുന്ന ഒരു സഹോദരൻ കർത്താവിന്റെ വിളി ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഉടനെ താൻ ജോലിയെല്ലാം റിസൈൻ ചെയ്തു. This brother in North India who had a great position in a company, when he had the call of God, he immediately resigned his job. ഞാൻ ഈ പറയുന്ന സംഭവങ്ങളാണ് പറയുന്നത്. I'm telling you actual events. താൻ ജോലിയെല്ലാം റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് തന്റെ കുടുംബവുമായിട്ട് മടങ്ങിപ്പോയി. He resigned his job and he went back to Kerala with his family. ഏറ്റവും ഉന്നതമായ ജോലിയായിരുന്നു. He had a great position. ആ ജോലിയെല്ലാം കളഞ്ഞിട്ട് താൻ ഇറങ്ങിപ്പോയി. And he rejected that job and he went out. താൻ കേരളത്തിലേക്ക് കടന്നു ചെന്നു. When he went to Kerala, താൻ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് ഇങ്ങനെ and he താമസിക്കുകയാണ്. took a rental home and he is living there. തന്റെ കയ്യിലെ പൈസ എല്ലാം തീരാൻ തുടങ്ങി. And his money started to slowly drain. അത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ താൻ കിടന്ന് വിഷമിച്ചു. And he didn't know what to do and he was struggling. തന്റെ കയ്യിലെ പണം മൊത്തം തീർന്നു. All of his money was വീട് gone. പട്ടിണിയായി. And he is now hungry. അവസാനം 10 രൂപ കയ്യിലുണ്ട്. And now he only has 10 rupees left. അതേ അഭിമാനം താൻ ഓർത്ത് എങ്ങനെ ഈ 10 രൂപ പോയി അരി മേടിക്കും എന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ചു. And in his mind, the pride that he had, he goes, how do I take this 10 rupees and just buy some rice? ഞാനിപ്പോ വലിയ പരിശോധനയിലായിരിക്കും. He has come to a major തന്റെ problem. കുഞ്ഞുങ്ങൾ പട്ടിണിയായി. His children are starving. ആണ് ഒരു കടയിലേക്ക് അതേ
ആ പലചരക്കടയിലേക്ക് താൻ കടന്നു ചെന്നു. And he went to this grocery store. അവിടെ അനേകർ വന്ന് സാധനങ്ങൾ Many മേടിച്ചോണ്ടിരിക്കുകയാണ്. people are buying what they need. ആൾക്കാർ മാറി കഴിയുമ്പോൾ അരി വാങ്ങിക്കാം എന്നുള്ള ചിന്തയിൽ താൻ ഇങ്ങനെ നിൽക്കുകയാണ്. And he is standing there thinking, when people move away, I'll buy the rice. അയ്യോ, എന്റെ ജോലി ഞാൻ റിസൈൻ ചെയ്തല്ലോ, ഞാൻ കാണിച്ചതൊരു പോഷത്വമായി പോയല്ലോ. It was so foolish that I resigned my job, he thought. ഞാൻ എന്റെ കുടുംബം ഇപ്പോൾ കടന്ന് വലയുകയാണല്ലോ. And my family is now struggling, he thought. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തെ പരിചയമുള്ള ഒരു സഹോദരൻ അതേ അവിടേക്ക് കടന്നു വന്നു. And so another brother that knew him, he came to that store. അഭിമാനം ഉള്ള പ്രിയപ്പെട്ട തങ്ങളുടെ അതേ പട്ടിണി വിവരങ്ങളൊന്നും പറയത്തില്ല. You know, people who wants to maintain their honor, they will not talk about the sufferings that they are going through at home. ഇവരെ തമ്മിൽ കണ്ടപ്പോൾ ഇവർ അതേ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ സന്തോഷത്തിൽ സംസാരിച്ചു. And when they saw each other, they were so happy to talk to each other. ഈ കടന്നു വന്ന വ്യക്തി എന്ത് ചെയ്യുന്നറിയാമോ? You know what this person did who came? ഒരു ചാക്കരി വാങ്ങിക്കുന്നു. He bought this bag of rice. അതേ ഒരു മാസത്തേക്ക് 1-2 മാസത്തേക്കുള്ള ഉള്ളി വാങ്ങിക്കുന്നു. And he is buying all of these onions for like 1 or 2 months. ഒരു 2 മാസത്തേക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. And this man, he brought about 1 to 2 months worth of groceries. എന്നിട്ട് താൻ വണ്ടി അതേ വിളിച്ചോണ്ട് വന്നു. And then he called this call to come. ഈ സാധനങ്ങളെല്ലാം അദ്ദേഹത്തോട് ഈ പട്ടിണിക്ക് ഇരിക്കുന്ന സുവിശേഷയ്ക്ക് ഇറങ്ങിയ ആളിനോട് ചോദിച്ചു, എന്നെ ഒന്ന് സഹായിക്കാം, ഇതൊന്ന് കയറ്റി വെക്കാന്ന് ചോദിച്ചു. And so he asked this man of God, hey, can you help me load this into the car? അദ്ദേഹം പറഞ്ഞു, ഞാൻ സഹായിക്കാം. And he said, of course I'll help you. അവരൊന്നിച്ച് അതെല്ലാം ആ വണ്ടിയെ കയറ്റി വെച്ചു. And they together put all the material, all the groceries into that car. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, എന്റെ കൂടെ ഒന്ന് വരാമോ? And then he said, can you come with me? ആ വ്യക്തി പറഞ്ഞു, ഞാൻ വരാം. And he said, I will come with you. എന്നിട്ട് അദ്ദേഹം തീരുമാനിച്ചു, അദ്ദേഹത്തെ പോയി സഹായിച്ചിട്ട് ഞാൻ പിന്നെ കടയിൽ വന്ന് 10 രൂപയുടെ അരി മേടിച്ചോണ്ട് വന്ന് വിചാരിച്ചു. And so he thought, okay, I'm going to go help him, and then I'll come back to the store and I'll buy rice for 10 rupees. ഈ വണ്ടി എങ്ങോട്ടാ പോയെന്നറിയാമോ? Do you know where this car went? പട്ടിണി കിടക്കുന്ന ഈ 10 രൂപയും കൊണ്ട് വന്ന ഈ വ്യക്തിയുടെ വീട്ടിലേക്കാണ് ഈ വണ്ടി ഓടിച്ചു പോകുന്നത്. And this car is going towards the house of this man who only had 10 rupees left. ആ വീടിന്റെ പഠിക്കുന്ന വിധമാണ് എന്താ ഇങ്ങോട്ട് പോകുന്നത്? And so when he got to his house, he said, why did you come here? നിങ്ങളുടെ വീട്ടിലോട്ടല്ലേ പോകേണ്ടത്? Shouldn't you go to your house? ആ വീടിന്റെ പടിക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ വണ്ടി അവിടെ നിർത്തി. And he said, it's okay. And as soon as he got to the front of the house, he stopped the car. ഈ സാധനങ്ങളെല്ലാം ഇവരുടെ വീട്ടിലേക്ക് അങ്ങോട്ട് കയറ്റി വെച്ചു. And all of the groceries, he put it into their house. സഹോദരാ, കഴിഞ്ഞ രാത്രി കാലം എനിക്ക് ദൈവശബ്ദം ഉണ്ടായി. And he said, brother, last night the voice of God came to me. നീ സ്നേഹിക്കുന്ന നിന്റെ സ്നേഹിതൻ സഹോദരൻ അവൻ പട്ടിണിയിലായിരിക്കുന്നു. And the voice of God said that your brother that you love, he is starving. നീ അവിടേക്ക് Do not think it's a comfortable നിന്റെ life. മുമ്പിൽ കാണുന്ന മുഴുവൻ കഷ്ടതയാണ്. What you will face are problems. എന്നാൽ നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. But the one that has called you is faithful. മോശയുടെ ജീവിതത്തിൽ വലിയ പരിശോധനയായിരിക്കുന്നു. Moses is going through certain struggles here. താൻ സ്വജീവിതം വിട്ട് അതേ ക്രിസ്തുവിന്റെ നിന്ന ഏറ്റവും വലിയ ദാനമെന്നെണ്ണി താൻ ഇറങ്ങി പുറപ്പെട്ടതാണ്. Leaving his comfortable life, taking the reproach of Christ, considering that to be a greater wealth, he had left. എന്നാൽ ഉദ്ദേശിച്ചതുപോലെ അല്ല. But not as he had thought. ഇപ്പോൾ മിസ്രയീമിനല്ല ചൂടാകുന്നത്. Now it's not an Egyptian that's angry at him. അവന്റെ സ്വന്തം സഹോദരന്മാർ എബ്രായരാണ്, ഇസ്രായേലിലാണ്. മോശയുടെ നേരെ ചോദിക്കുന്നു, നീ ഞങ്ങളുടെ മേൽ അധികാരിയാക്കിയത് ആരാണ്? And it's his own people, the Jewish people, that is questioning him. Who has made you an authority over us? നീ ഇന്നലെ ചെയ്ത് ഞങ്ങൾക്കറിയാം. I know what you did നീ yesterday. മിസ്രയീമിനെ കൊന്നത് ഞങ്ങൾക്കറിയാം. I know that you killed an Egyptian. മോശ പേടിച്ചു പോയി. Moses got scared. തന്റെ വിശ്വാസത്തിന്റെ ആ പരിശോധനയിൽ താൻ ബലഹീനനായി. He became weak in that problem that he faced at that moment. താൻ ആ കൊട്ടാരം വിട്ട് മിസ്രയീം വിട്ട് മിദ്യാനിലേക്ക് ഓടിപ്പോയി. And we see that he flees from Egypt and ചെന്നപ്പോ അപ്പൻ ഇത്രോ ചോദിച്ചു, നിങ്ങൾ ഇത്ര വേഗത്തിൽ എങ്ങനെയാണ് വന്നത്? And Jethro asked, how come you came back so quickly? ഒരു മിസ്രയീമൻ ഞങ്ങളെ സഹായിക്കാൻ വന്നു. And they said that there was an Egyptian man that came to help നീ us. എന്താണ് അവനെ വിളിക്കാത്തത്? Why is it കൊട്ടാരത്തിൽ 40 years in the palace of Pharaoh? 40 വർഷം Leave the palace. നിന്റെ തെരഞ്ഞെടുപ്പ് എന്താണ്? What is your choice? മിസ്രയീമിലെ നിക്ഷേപങ്ങളേക്കാൾ ക്രിസ്തുവിന്റെ ദാനം ഏറ്റവും വലിയ ദാനമെന്നെണ്ണി പുറപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, നീ ഇപ്പോൾ എവിടെ ആയിരിക്കുന്നു? Oh, considering the reproach of Christ to be greater than the wealth of the treasures that you could have had in Egypt, child of God, where are you today? അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചവനായി. He became weak in his faith. അവന്റെ പഴയ അവസ്ഥയൊക്കെ താൻ മറന്നുപോയി. He forgot his old state. അങ്ങനെ ഇരിക്കുമ്പോൾ ഇത്രോവിന്റെ ആടുകളുമായി താൻ ഹോരേബ് എന്ന പർവ്വതത്തോളം ചെന്നപ്പോൾ
ഒരു മുൾപ്പടർപ്പാൾക്ക് എത്തുന്നു. And so with the sheep of Jethro, as he went up Mount Oreb, he sees this burning bush. മുൾപ്പടർപ്പ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. And this bush is burning. പക്ഷെ മുൾപ്പടർപ്പ് ഇല്ലാതെ പോകുന്നില്ല. But it is not consumed. അവിടെ തീയുണ്ട്. There is fire. പക്ഷെ മുൾപ്പടർപ്പ് എന്ത് പോകുന്നില്ല. But it is not consumed. അതൊരു അത്ഭുതമല്ലേ? Isn't that a miracle? ആ അത്ഭുതം കാണാൻ മോശ അങ്ങോട്ട് കടന്നു ചെന്നു. And Moses came nearby to see that miracle. അപ്പോൾ ആ തീയിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. At that point, a voice comes from that fire. ആ വിളിച്ച വിളി മോശേ മോശേ എന്നാണ്. And the call was Moses, Moses. അത് യഹോവയായ ദൈവമായിരുന്നു. And it was Jehovah God that called him. 40 വർഷം മുമ്പ് കൊട്ടാരത്തിൽ വെച്ച് നിനക്ക് അതേ ക്രിസ്തുവിന്റെ നിന്ന ഏറ്റവും വലിയ ദാനമെന്നെണ്ണി ഇറങ്ങി പുറപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, ദൈവം നിന്നെ ഒരിക്കലും കൈവിടത്തില്ല. 40 years ago, when you left the palace of Pharaoh to follow the call of God, child of God, your God, you may be going through pain. ഉദ്ദേശിക്കുന്ന പോലെ ഫലം കാണുന്നില്ലോ എന്ന് വിചാരിച്ചേക്കാം. You may think that those who you expected to be with you are not. എന്നാൽ ദൈവത്തിന്റെ അഭിഷേകം നിന്റെ മേലുണ്ടെങ്കിൽ, But if the anointing of God is with you, ദൈവത്തിന്റെ വിളി നിന്റെ മേലുണ്ടെങ്കിൽ, if the call of God is with you, ദൈവം നിന്നെ കുറിച്ച് ഉദ്ദേശിച്ച ഉദ്ദേശം നിറവേറ്റാതെ പോകത്തില്ല. God will fulfill the plan and purpose in your life. ഒരിക്കലും വണ്ടമ്പേട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നിന്ന് അതേ ആ വീട്ടിലെ മകന് ഭ്രാന്ത് പിടിച്ചു. This child in his house in Wondermaid, he started to have hospital. പീരുമേട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നപ്പോൾ, When they came to this place called Pyramid, ഞാൻ ഈ വണ്ടമ്പേടിലൊക്കെ പോയിട്ടുള്ളതാ. I've gone to these places. പീരുമേട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നപ്പോൾ, When they came close to this place called Pyramid, അവരെ റെസ്റ്റ് റൂമിൽ പോകാൻ വേണ്ടി അതേ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി. and so they got out of the jeep to go to the bathroom. ഈ ഭ്രാന്തൻ ഒരു ഒറ്റ ഓട്ടം. And this person who had this mental issue, he started to run. നടന്ന സംഭവമാണ്. This happened. ഇവരെ ഓതറിച്ചിട്ട് ഇവനോ സ്പീഡിലൊരു ഒറ്റ ഓട്ടമാണ്. And he left all the people that were there and he started to run really fast. ഭ്രാന്തന്മാർക്ക് ബോധമൊന്നുമില്ലല്ലോ. And he was not aware of his surroundings. ആ സമയത്ത് അവനെ അല്പസമയം ഒന്ന് സ്വതന്ത്രനാക്കി അവനെ കെട്ടിക്കൊണ്ട് വന്നത്. And he was bound when he was in the jeep. അവനെ റെസ്റ്റ് റൂമിൽ പോകേണ്ടതുകൊണ്ട് അല്പം അവനെ ഒന്ന് സ്വതന്ത്രനാക്കിയതാ. And because he had to go to the bathroom, they kind of took all those chains സമയം കൊണ്ട് out. അവൻ ഒറ്റ ഓട്ടമാണ്. And in that moment he started to run. അവൻ ഓടി ചെന്നൊരു വീട്ടിലേക്ക് കയറി. And he ran and entered this home. അത് പെന്തക്കോസ്തുകാരുടെ ഒരു ആലയമായിരുന്നു. And it was a Pentecostal church. ആലയത്തിലേക്ക് അങ്ങോട്ട് കടന്നു ചെന്നപ്പോൾ ഈ പാസ്റ്ററും ഭാര്യയും രണ്ടൊന്ന് കുഞ്ഞുങ്ങളും, His wife got scared. ഉടനെ ഈ ഭ്രാന്തൻ ചെന്ന് അങ്ങോട്ട് ചെന്നിട്ട് ഒരു 100 രൂപ കയ്യിലെടുത്തിട്ട് ഇന്നാ പിടിക്കേ എന്ന് പറഞ്ഞു. And so this man, he went there, who stormed in, and he gave him 100 rupees and said, "Hold on to this." ഉടനെ ഇദ്ദേഹത്തിന്റെ മാതാവും പിതാവും കൂടെ ഉണ്ട്. And so his father and mother was there. അദ്ദേഹത്തിന്റെ അങ്കിൾ കൂടെ ഉണ്ട്. His uncle was there. വേറെ ഒന്നുണ്ട്, നല്ല ഇദ്ദേഹത്തെ ഒതുക്കിക്കൊണ്ട് പോകണ്ട 2-3 പേരുണ്ട്. And so this man's a few people are with him to just to constrain him. അപ്പൊ ഈ ഭ്രാന്തൻ അപ്പം പറഞ്ഞു അത് മേടിച്ചോളാൻ പറഞ്ഞു. And so this man said, "Hey, just take this 100 rupees." വീണ്ടും ഒരു 100 എടുത്തിട്ട് പിടിക്കേ എന്ന് പറഞ്ഞു. And he took another 100 rupees and said, "Hold on to this too." അവര് പറഞ്ഞു മേടിച്ചോളാൻ പറഞ്ഞു. And so the family said, "Just take the money." എന്നിട്ട് ഈ ഭ്രാന്തൻ ശാന്തനായി വന്ന് കയറി ജീപ്പിൽ. And then this man who was afflicted, he came back into this jeep and he was calm. അപ്പൊ ഈ അപ്പന്റെ ഈ അതേ വലിയ ചിന്തകൾ കടന്നു വന്നു. And so his father, he started to have certain thoughts. എന്താണ് ഇതിന്റെ രഹസ്യം? എന്താണ്? What is the secret of this? ഈ ഭ്രാന്തന് സൗഖ്യമായി. His son got healed. ട്രീറ്റ്മെന്റ് ചെയ്തെല്ലാം നോർമലായി. And his son, after some treatment, he became normal. തിരിച്ചു വണ്ടമേടിക്ക് പോവുകയാണ്. And now they're going back to their home. അപ്പൊ ഈ അപ്പന്റെ ആഗ്രഹം എന്താണ് അവിടെ സംഭവിച്ചതെന്ന് എനിക്ക് അറിയണം. And so this father had this thought in his heart, I want to know what happened in that church. ആ സ്ഥലത്ത് വന്നപ്പോൾ അവരവിടെ നിന്ന് ഇറങ്ങി ഈ വീടിന്റെ വാതിൽക്കൽ ചെന്ന് ഈ ആലയത്തിന്റെ വാതിൽക്കൽ ചെന്ന് ഈ ആലയത്തിന്റെ വാതിൽക്കൽ ചെന്ന് ജീപ്പ് നിർത്തി. And so they brought the jeep and made it stand in front of that church. ഈ അപ്പനും ഈ മകനും ഇവരെല്ലാം കൂടെ കയറി ആ വീട്ടിലേക്ക് ഇറങ്ങി. And the father, the son, the whole family enters into the church. അപ്പൊ ഇങ്ങനെ 1-2 മാസത്തിന് മുമ്പേ ഞങ്ങള് ഇതുവഴി വന്നപ്പോൾ എന്റെ മകൻ വന്ന് 100-200 രൂപ തന്നില്ലേ? 2 months ago, when we came by here, my son came in and gave you 200 rupees. എന്താ സംഭവം ഞാൻ അറിഞ്ഞു. We don't understand what exactly happened. ഞങ്ങൾ 4-5 ദിവസമായിട്ട് പട്ടിണിയാണ്. And that pastor said for 4 or 5 days we were starving. എന്റെ കുഞ്ഞുങ്ങളെല്ലാം മരിക്കുന്ന പോലെ
ഒന്നും കഴിക്കാനില്ലാതെ കിടക്കുകയാണ്. And my children were lying there struggling because they did not have anything to eat. ഞാൻ പ്രാർത്ഥനയിൽ കുത്തിയിരിക്കുകയായിരുന്നു, ഞാനും ഭാര്യയും. My wife and I were praying. അപ്പോഴാണ് നിങ്ങളുടെ മകൻ വന്ന് 200 രൂപ തന്നത്. And that's when your son entered here and gave me 200 rupees. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ നിന്റെ ജീവിതത്തിൽ പരിശോധന ഉണ്ടാകും. When you enter into the ministry of God, you will face problems. നിന്റെ തെരഞ്ഞെടുപ്പ് നീ ഉറപ്പാക്കിക്കൊള്ളണം. You need to stand firm in the choice that you have made. നിന്റെ ജീവിതത്തിൽ സുഖമാണെന്ന് വിചാരിക്കരുത്. Do not think your life will be comfortable. എന്നാൽ നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവനാണ്. But the one that called you, he knows what will happen. നിന്നെ തെരഞ്ഞെടുത്തവന്റെ തെരഞ്ഞെടുപ്പ് മോശമായി പോകത്തില്ല. The one that has chosen you, his choice will not fail. ദൈവമാണ് നിന്നെ വിളിച്ചെങ്കിൽ, If it is God that called you, നിന്റെ കാര്യം ദൈവം നോക്കിക്കൊള്ളും. God will take care of your needs. സഹോദരന്മാർ ചിലപ്പോൾ പരിഹസിച്ചേക്കാം. Your brothers may mock you. നിന്നെ പാസ്റ്റർ ആക്കിയതാണെന്ന് ആരെങ്കിലും ചോദിച്ചേക്കാം. Someone may ask you, who made you a pastor? നിനക്ക് എന്തെങ്കിലും അറിയാവോ എന്ന് ചോദിച്ചേക്കാം. Someone may ask you, do you even know anything? ഇങ്ങനെയുള്ള പരിഹാസങ്ങൾ ഒരു വശത്തുണ്ടെന്ന് വിചാരിച്ചോണം. Know that such mocking will be on one side. എന്നാൽ ദൈവം നിന്നെ തെരഞ്ഞെടുത്തെങ്കിൽ, But if God has chosen you, ദൈവത്തിന്റെ വിളി നിന്റെ മേലുണ്ടെങ്കിൽ, if God's call is upon you, ദൈവത്തിന്റെ അഭിഷേകം നിന്റെ മേലുണ്ടെങ്കിൽ, if God's anointing is upon you, കാലങ്ങൾ മാറിപ്പോയാലും, even if time passes, 40 വർഷം മാറിപ്പോയാലും, even if 40 years pass, നീ ഏതിനു വേണ്ടി തീരുമാനിച്ചോ, for what you made that choice, അതേ സ്ഥാനത്തേക്ക് നിന്നെ കൊണ്ടുവരുവാൻ ശക്തനായി ദൈവം ജീവിക്കുന്നു. your God is able to bring you back to that point of calling. മോശേ, നീ ഇപ്പോൾ ഇത്രോവിന്റെ മകളെ കല്യാണം കഴിച്ച് ആടിനെ തീറ്റിക്കൊണ്ടിരിക്കുകയല്ലേ? Oh Moses, you have now married the daughter of Jethro, and you're a shepherd now. നിന്റെ ജോലി ഇതല്ല. This is not your job. ഇസ്രായേൽ ജനത്തെ നയിപ്പാൻ ദൈവം നിന്നെ തെരഞ്ഞെടുത്തതാണ്. God has chosen you to lead the people of Israel. മുൾപ്പടപ്പ് ആളിക്കത്തുന്നു. The bush is burning, മുൾപ്പടപ്പ് ബന്ധു പോകുന്നില്ല. but it is not consumed. അതിന്റെ അകത്തുനിന്ന് ഒരു ശബ്ദം, And a voice from inside of it, മോശേ, മോശേ, Moses, നീ Moses, നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അടിച്ചു കളയുക. remove your sandals from your feet, for the ground that you stand upon is holy. ഈ കത്തുന്ന എന്തെന്ന് കാണാൻ മോശം കൊണ്ട് ചെല്ലുകയാണ്. Moses is nearing to see what is burning. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, Let me remind you, അവൻ ദൈവത്തെ ആ രൂപത്തിൽ കണ്ടില്ല. he did not see God in his form. ശബ്ദം മാത്രമേ കേട്ടുള്ളൂ. All he heard was a voice. അവിടെ വായിക്കുന്ന യഹോവ മോശയെ കണ്ടപ്പോൾ കാൽ ചെരിപ്പ് കിടക്കുന്നു എന്നാണ് വായിക്കുന്നത്. And we read that when Jehovah saw Moses, he said, remove your sandals. അന്ന് മുൾപ്പടപ്പിൽ ശബ്ദം കേട്ട മോശയ്ക്ക് പിൽക്കാലത്ത് ദൈവത്തെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. On that day, Moses, who heard the voice of God, as time passed, he had a desire to see God. ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എനിക്ക് നിന്നെ ഒന്ന് കാണണം. And he told his God, God, I want to see you. നിന്നെ എനിക്കൊന്ന് കാണിച്ചു തരണമേ. Can you show yourself to me? He asked. അന്ന് ദൈവം പറഞ്ഞു, എന്നെ കണ്ടാൽ ജീവിച്ചിരിക്കാൻ ഒക്കത്തില്ല. And God said, if you see me, you will not be alive. എന്നെ കാണുന്ന പോലെ കണ്ടാൽ നീ ജീവിച്ചിരിക്കത്തില്ല. If you want to see in the way that I am, you will not be alive. ഞാൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. I dwell in great light. ഈ ലൈറ്റിലേക്ക് കടന്നു വരാനൊക്കെ നോക്കത്തില്ല. With this kind of light, you cannot come near me. എന്നാൽ നിന്റെ ആഗ്രഹം ഞാൻ സാധിപ്പിക്കാം. But I want to fulfill your നീ desire. സീനായിൽ പർവ്വതത്തിന്റെ അതേ മലയുടെ മുകളിൽ ആ പാറയുടെ പിളർപ്പിൽ നിൽക്കുക. And can you stand in the cleft of this rock on Mount Sinai? ഞാൻ അതുവഴി കടന്നു പോകും. And when I pass by, നീ എന്റെ പിൻഭാഗം കാണും. and you will see the backside of me, എന്നാൽ അതിന്റെ മുൻഭാഗം നിനക്ക് കാണാൻ ഒക്കത്തില്ല. but you won't be seeing the front side of me. എന്നെ കാണുന്നവനെ കാണാൻ ഒക്കത്തില്ല. You cannot see me in the way that you should. അവന്റെ പിൻഭാഗം മോശ കണ്ടു എന്നാണ് വായിക്കുന്നത്. And we see that Moses saw his backside. മുൾപ്പടപ്പിൽ ശബ്ദമേ കേട്ടുള്ളൂ. In the burning bush, he heard a voice. എന്നാൽ പാറയുടെ പിളർപ്പിൽ വെച്ച് ദൈവത്തിന്റെ പിൻഭാഗം കണ്ടു. But at the cleft of that rock, he saw the backside of God. അല്പം കണ്ടതേ ഉള്ളൂ. He saw just a little ആ bit. പ്രഭ നിമിത്തം അവന്റെ കണ്ണ് മങ്ങിപ്പോയി. And because of that great light, his eyes became dim. ആ പ്രകാശം അവന്റെ മേൽ അടിച്ചു. And that light shone upon him. അവന്റെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിക്കാൻ And we തുടങ്ങി. saw that his skin started to lighten up as a ഇപ്പോൾ result. മുൾപ്പടപ്പിൽ ദൈവം പറയുകയാണ്, And here in the burning bush, God എന്റെ says, ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. I have seen the suffering of my people. അവരുടെ നിലവിളി എന്റെ മേൽ I ഉയർന്നിരിക്കുന്നു. have heard their cry. അതുകൊണ്ട് നീ മിസ്രൈമിലേക്ക് കടന്നു ചെല്ലണം. And so you need to go to the land of Egypt. നീ ഫറവോനോട് സംസാരിക്കണം. You need to
to speak to Pharaoh. നീ ഇവിടെ ആടിനെ തീറ്റിക്കൊണ്ട് അടക്കാനുള്ളവനല്ല. You are not supposed to take care of the sheep in this place. മക്കളമേ, ദാവീദ് ഒരു ആട്ടിടയനായിരുന്നു. David was a shepherd. ഇപ്പോൾ മോശ ഒരു ആട്ടിടയനാണ്. Now Moses is a shepherd. അവർക്ക് അറിയാവുള്ളൂ എങ്ങനെയാണ് ആടുകളെ നയിക്കേണ്ടത്. Only they know how to take care of the sheep. അപ്പൊ 40 വർഷം ഇങ്ങനെ ആടുകളെ തീറ്റിക്കൊണ്ട് നടന്നതിന്റെ ഒരു എക്സ്പീരിയൻസ് തനിക്ക് ലഭിക്കാൻ കൂടിയായി. So he was able to gain that experience of taking care of the sheep for 40 years. ദാവീദിനും എക്സ്പീരിയൻസ് ലഭിച്ചു. David also got that experience. ആടുകളെ തീറ്റി പരിചയമുള്ളവർക്ക് സഭയാകുന്ന കൂട്ടായ്മയാകുന്ന ആടുകളെ തീറ്റുവാനുള്ള നല്ല ട്രെയിനിങ് ലഭിക്കും. And only those who have taken care of a sheep, the flock in the church, that's only they will get the great training to be leading the sheep. ദൈവം മോശയോട് പറഞ്ഞു, എന്റെ ജനത്തെ പുറപ്പെടുവിക്കുവാൻ ഞാൻ നിന്നെ മിസ്രയീമിലേക്ക് അയക്കാൻ പോവുകയാണ്. And God says to Moses that in order to deliver my people, I'm going to send you to the land of Egypt. മോശ പിന്തിരിയാൻ തക്കണം തീരുമാനിച്ചു. Moses had this desire to go back. എന്തുമാത്രം ഒഴിവൊഴിവ് പറഞ്ഞെന്നുള്ളത് നിങ്ങൾ 3-ാം അധ്യായം നോക്കുമ്പോൾ കാണുവാൻ കഴിയും. And when you read chapter 3, you can see how many excuses he said. അതേ ഇടയ്ക്കൊരു ചോദ്യം ഈ മോശ ദൈവത്തോട് ചോദ്യം ചോദിച്ചു. And in the midst of that, Moses asked God this question. ഞാൻ മിസ്രയീമിലേക്ക് കടന്നു എന്ന് ഫറവോനോട് സംസാരിക്കുമ്പോൾ നിന്നെ അയച്ചത് ആരാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് ഉത്തരം പറയും? And when I go to the land of Egypt, and if Pharaoh asks me who is it that sends you, how would I respond? നിങ്ങൾ ശ്രദ്ധിക്കണം. Pay attention. ചോദ്യം എങ്ങനെയാണ്? This is the question. ഞാൻ അവിടെ നിന്ന് എന്റെ ജനത്തെ വിട്ടയക്കാമെന്ന് ദൈവം പറയുമ്പോൾ നിന്നെ ഇങ്ങോട്ട് അയച്ചത് ആരാന്ന് ചോദിച്ചാൽ ഞാൻ എന്താ ഉത്തരം പറയുന്നത്? When I say to Pharaoh that let my people go, and if he asks me who sends you, how would I respond? അപ്പോൾ മോശ കൊടുത്ത ഉത്തരം എന്താണ്? And so ദൈവം കൊടുത്ത ഉത്തരം എന്താണ്? the response God gave him, അതൊരു സിമ്പിൾ ഉത്തരമായിരുന്നു. it was a simple answer. ഞാനാകുന്നവൻ ഞാനാകുന്നു, അവൻ നിന്നെ അയച്ചെന്ന് പറഞ്ഞൊക്കെ പറഞ്ഞു. I am who I am, and say that he sent you. ഞാനാകുന്നവൻ ഞാനാകുന്നു. I am who I am. കയ്യപ്പാവിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയാലും നിങ്ങൾക്ക് അറിയാമല്ലോ. You know of the experience when Jesus Christ himself was brought in front of Caiaphas, bound in chains. അതേ ഇപ്പോൾ കട്ടപ്പെടാനായി നിൽക്കുകയാണ്. And now he is bound. പലരും വന്ന് അവനെ കുറിച്ച് കള്ളസാക്ഷ്യം പറഞ്ഞു. Many have given false witness against Jesus. മത്തായി സുവിശേഷം 26-ാം അധ്യായം വായിച്ചൊക്കെ അറിയാം. If you read Matthew chapter 26, you'll see that. പലരും വന്ന് അവനെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. Many people came and questioned Jesus. ഒരു സാക്ഷ്യം ഒത്തു വന്നില്ല. None of the witnesses corroborated with each other. ഒടുവിൽ രണ്ടുപേര് വന്നു. At the end, 2 people came. ഇവൻ പറഞ്ഞു 46 സംവത്സരം പണ്ടായി മന്ദിരം വീണ്ടും പൊളിച്ചിട്ട് ഇവൻ പണിയാവുന്ന 3 ദിവസം കൊണ്ട് പണിയാവുന്ന പറഞ്ഞു. And one said that he said this temple that was built for 46 years, if it comes down, he said that he will build this in 3 days. ആ കള്ളസാക്ഷ്യം ഒത്തു വന്നില്ല. And even that false witness did not corroborate. അവിടെ വായിക്കുന്നത് യേശുവോ മിണ്ടാതിരുന്നു. But we read that it says Jesus kept silent. അപ്പോൾ കയ്യപ്പാവ് തന്റെ സിംഹാസനത്തിൽ എഴുന്നേറ്റു. And so at that moment Caiaphas gets up out of his seat. ഒരു ചോദ്യം ചോദിച്ചു. A question. അത് കർത്താവിനോടാണ് ചോദിച്ചത്. And it was asked to Jesus. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തുവാണോ എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് ആണയിട്ട് ചോദിക്കുന്നു പറഞ്ഞു. Tell us if you are the Christ, the son of living God. I ask you under the oath of the living God. ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ. One question. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുമെന്നോ എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് ആണയിട്ട് ചോദിക്കുന്നു. Tell us if you are Christ, the son of the living God, and I ask that you under the oath of the living God. അതുവരെ മിണ്ടായിരുന്ന കർത്താവായ യേശു തല ഉയർത്തി. Jesus, who was silent until then, lifted up his head. ഒറ്റ ചോദ്യം ചോദിച്ചു. One question. ഉത്തരം 3 കൊടുത്തു. 3 answers. യെസ് ഞാനാകുന്നു. Yes, I am. 2 ഇനി മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കും. Second, the Son of Man will sit on the right hand of God. 3 അവൻ ആകാശമേഘങ്ങളെ വാഹനമാക്കി വരും. And third, he will use the clouds as the means to come back. ചോദ്യം 1 ഉത്തരം 3. Question 1, responses 3. ഞാനാകുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ അർത്ഥം കയ്യപ്പാവിന് മനസ്സിലായി. Caiaphas understood his response when he said, I am. അതെ, ഞാനാകുന്നു പറഞ്ഞാൽ അവർ ദൈവത്തിന്റെ പേരാണ്. I am is the name of their God. അതേ, കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? The meaning of what Jesus said. കയ്യപ്പാവേ, നിനക്ക് എന്നെ മനസ്സിലായില്ലേ? Oh Caiaphas, have you not understood who I am? നിന്റെ പിതാവാകുന്ന മോശയ്ക്ക് മുൾപ്പടപ്പിൽ പ്രത്യക്ഷപ്പെട്ട ഞാനാകും നിന്റെ മുന്നിൽ നിൽക്കുന്നത്. Know that your father Moses, who appeared to him in the burning bush, I am that I am. ഞാനാകുന്നവൻ ഞാനാകുന്നുവെന്ന് നിന്റെ പിതാവായ മോശയോട് ഞാൻ പറഞ്ഞതാണ്. I told to your father Moses, I am who I am. ഇപ്പൊ ഞാൻ കെട്ടപ്പെട്ടതായി നിൽക്കുന്നു. Now I am bound in front of you.
പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥയാണ്. And these are the laws stated in the book of Exodus. എന്താണെന്നറിയാമല്ല, ഇവൻ സ്ഥാനവസ്ത്രം വലിച്ചു കീറി. And for some reason he tore his positional robe. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? What does that mean? സാക്ഷാത്തായ മഹാപുരോഹിതൻ വന്നിരിക്കുന്നു. That the true high priest have now appeared. പഴയ നിയമ മഹാപുരോഹിതന്മാരെല്ലാം വരാൻ പോകുന്ന കർത്താവായ യേശുവിന്റെ യേശുവാകുന്ന മഹാപുരോഹിതനെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. All of the high priests in the Old Testament points to the high priest Jesus Christ that is to come. ഇതാ സാക്ഷാത്തായ മഹാപുരോഹിതൻ വന്നിരിക്കുന്നു. And here is the true high priest. ഇനി ഞാൻ ഇതിനെ കുപ്പായിട്ട് നടക്കുന്നത്. There is no more reason for me to wear this position. ശ്രേഷ്ഠ മഹാപുരോഹിതൻ വന്നിരിക്കുന്നു. Since the great high priest is come. ആകാശങ്ങൾ കൂടി കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ. This great high priest that came from the heaven. അവനാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നത്. He is the one standing in front of me. ഇനി ഞാൻ ഇതിനെ കുപ്പായിട്ട് നടക്കുന്നത്. Why should I wear this robe? കയ്യപ്പാവ് സ്ഥാനവസ്ത്രം വലിച്ചു കീറി. He tore this positional robe. പഴയ നിയമ മഹാപുരോഹിത ശുശ്രൂഷ അവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. And the high priest duty has ended at that point. ദൈവം ദേവാലയത്തിന്റെ തരശ്ശീല കീറി കളഞ്ഞു. And the veil of that temple was also torn. അത് അടിമൊന്നും മുകളിലോട്ടല്ല കീറിയത്. It was not torn from the bottom to the top. അടിമൊന്നും മുകളിലോട്ടെങ്കിൽ പറഞ്ഞാൽ ശിഷ്യന്മാർ വന്ന് വലിച്ചിരുന്നു. If it was torn from the bottom to the top, they would have said that the disciples. അത് മേൽതൊട്ടടിയോളം കീറിപ്പോയി. It was torn from the top to the bottom. പഴയ നിയമ ആരാധന അവസാനിച്ചിരിക്കുന്നു. The Old Testament worship ended there. പഴയ നിയമ പൗരോഹിത്യം അവസാനിച്ചു. The Old Testament priesthood ended there. പഴയ നിയമ ആരാധന ആരംഭിച്ചു. The Old Testament worship ended മർക്കോസിന്റെ മാളികയിൽ ശിഷ്യന്മാർ കൂടിയിരുന്നപ്പോൾ, and when they were in the house of Mark, 120 പേർ കൂടിയിരിക്കുന്ന സദസ്സിലേക്ക് on the audience of 120 people, അവരുടെ പ്രാർത്ഥന കേട്ട് സ്വർഗ്ഗത്തിൽ ആ നദി പൊട്ടി പുറപ്പെട്ടു. and listening to their cry, the rivers up in heavens opened up. രണ്ടാം അധ്യായത്തിൽ വായിക്കുന്ന വലിയൊരു മുഴക്കം കേട്ടുന്ന, And we hear that was a great sound of roar that they heard. അത് ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ കീഴെ അതേ പൊട്ടി പുറപ്പെട്ട ആ നദിയുടെ ശബ്ദമായിരുന്നു. And it was the river that poured out from below the throne of God. അത് ആ നദി അതേ അന്നത്തെ ദേവാലയത്തിലേക്ക് കടന്നു ചെന്നില്ല. And that river did not go to the temple that existed at that time. വാസ്തവത്തിൽ ആ ദേവാലയത്തിലേക്കാണ് പറഞ്ഞത്. It should have come to that temple. ദേവന്മാർക്ക് അതേ ദേവാലയ കള്ളന്മാരുടെ ഗുഹയായി മാറി. Because the temple had become a cave of thieves. എന്നാൽ മർക്കോസിന്റെ മുകളിൽ പ്രാർത്ഥിച്ചോണ്ട് അതേ മാളിക മുറിയിൽ പ്രാർത്ഥിച്ചോണ്ടിരുന്ന ആ ജനത്തിന്റെ അറിവിലേക്ക് ഇറങ്ങി വന്നു. But it poured down to the people that was praying in the house of Mark. പഴയ നിയമ ആരാധന അവസാനിച്ചു. The Old Testament worship ended. പഴയ നിയമ പൗരോഹിത്യം അവസാനിച്ചു. The Old Testament priesthood പുതിയ ended. നിയമ ആരാധന ആരംഭിച്ചു. The New Testament worship ആ began. പെന്തക്കോസ്ത് നദിയാണ് ഇന്ന് പൽക്കാലം നമ്മുടെ And വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. it is that same river of Pentecost that is in the midst of us. എന്നെ ആരാണ് അയച്ചത് ചോദിച്ചാൽ നീ ഒറ്റ പാരോട് പറഞ്ഞാൽ മതി, ഞാനാകുന്നവൻ നിന്നെ If അയച്ചിരിക്കുന്നു. someone asked you who has sent you, the response is, I am has sent you. അപ്പൊ മോശ പറഞ്ഞ വാചകം എന്താ അറിയാമോ? Then Moses said, കർത്താവേ, ഞാൻ ഇസ്രായേലിന്റെ അടുക്കൽ ചെന്നിട്ട് അവരെന്നെ കൈക്കൊണ്ടില്ല. Well, I went to the people of Israel and they did not receive me. പിന്നെ എങ്ങനെ എന്നെ കൈക്കൊള്ളും? Then how will they receive me? അതേ പറഞ്ഞു, ഞാൻ നിന്റെ നാവോടുകൂടി ഇരിക്കും. And God said, I will be with your tongue. ഞാനാണ് നിന്നെ അയക്കുന്നത്. It is I am that sends you. ഇനിയും പരിശോധനയും പ്രശ്നങ്ങളും ആരംഭിക്കുകയാണ്. Now problems and obstacles begin. ഞാൻ നീട്ടുന്നില്ല. I'm not going to extend. അതേ ഫറവോനോട് സംസാരിക്കാൻ അഹരോനോട് കൂട്ടിക്കൊണ്ട് പോകാൻ പറഞ്ഞു. And so to talk to Pharaoh, Aaron is joining Moses. അവിടെ ചെന്ന് അതേ ഫറവോനോട് പറഞ്ഞു, എന്റെ ജനത്തെ വിട്ടയക്കാം എന്ന് ഇസ്രായേലിന്റെ ദൈവം അരുളി ചെയ്യുന്നു. And to Pharaoh they said, the God of Israel is saying to let his people go. ഫറവോൻ പറഞ്ഞു, ആ ദൈവം ആരാ, നിന്നെ ആരാന്ന് ചോദിച്ചു. And so Pharaoh asked, who is that God? ഇനിയും ഏലാൽ എന്റെ മുഖം കാണരുതെന്ന് പറഞ്ഞു. Do not come to see my face again, he said. പല ബാധകളൊക്കെ അവിടെ വരുത്തായി നമുക്ക് കാണുവാൻ We കഴിയുന്നു. know of the many plagues that came. മോശയ്ക്ക് പല അടയാളങ്ങൾ ചെയ്താണ് ദൈവം അങ്ങോട്ട് അയച്ചത്. And it was many signs that God had provided Moses before he was sent there. നിന്റെ കയ്യിരിക്കുന്ന വടിയെടുത്ത് ഇടാൻ പറഞ്ഞു, സർപ്പമായി. And he took the staff in his hand and that became a serpent. ആ സർപ്പത്തെ കണ്ടപ്പോ ഓടിപ്പോയി. And he saw that serpent and ran away. ദൈവം പറഞ്ഞു, വീണ്ടും വടി ആ സർപ്പത്തിന്റെ അറ്റത്തെ പിടിക്കാൻ പറഞ്ഞു. And he said, grab the edge of that serpent. വീണ്ടും അത് വടിയായി തീർന്നു. And it became a stick again. രണ്ടാമത്തെ അടയാളം, നിന്റെ കൈ മാർവത്തിലേക്ക് ഇടാൻ പറഞ്ഞു. And the second sign was to put his hands in his chest. കൈ കുഷ്ഠമായി തീർന്നു. And his hand became leprous. വീണ്ടും മാർവത്തിൽ ഇടാൻ പറഞ്ഞു. And it was put again. അത് വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് കടന്നു And വന്നു. it became in the old state. നദിയിലെ വെള്ളം എടുത്ത് കരക്കൊഴിക്കാൻ പറഞ്ഞു. And took him to take the water from the river and put it on അത് the land. രക്തമായി തീർന്നു. And he saw it becoming blood. നീ മൂന്ന് അടയാളങ്ങളും പറവോന്റെ കൊട്ടാരത്തിൽ കാണിക്കുക. These three signs show it in the palace of Pharaoh. അതേ ഒരിക്കൽ ആ പറവോനെ പേടിച്ച് ഓടിപ്പോയതാണ്.
This is the same man who was afraid of Pharaoh and ran away. ഇപ്പോൾ താൻ ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. And now he has come back to the palace of Pharaoh. ദൈവം പറഞ്ഞു, നിന്നെ കൊല്ലാൻ ആഗ്രഹിച്ചവരെല്ലാം കഴിഞ്ഞു പോയി, അവരെല്ലാം കാലം കഴിഞ്ഞു. And God said, everyone that desired to kill you, their time has passed. നീ അടുത്ത ഫറവോനോട് പോയി സംസാരിക്കാൻ പറഞ്ഞു. Go talk to the next Pharaoh. ഫറവോനോട് സംസാരിച്ചപ്പോൾ ഫറവോന്റെ കോപം ജ്വലിച്ചെന്നാണ് വായിക്കുന്നത്. And we see when he spoke to Pharaoh, his anger kindled. ഇനി ഒരു അല്പസമയം ഈ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വേണം. Now pay attention, folks that are getting out to the ministry of God. എത്ര ഒഴിവ് ഈ മോശ പറഞ്ഞതാ. How many excuses Moses said. എന്നാൽ താൻ ഉദ്ദേശമല്ലല്ലോ കാര്യം നടക്കുന്നത്. But it's not, the things are not coming forward as he had planned. എല്ലാം പ്രതികൂലമാണ്. Everything is against them. നമ്മൾ ചിലപ്പോഴൊക്കെ ചിന്തിക്കാതെ കയറി ഓരോ ഉത്തരങ്ങൾ പറയാറുണ്ട്. Many a times without thinking we give certain responses. ഒരിക്കൽ ഒരു മാതാവിന്റെയും പിതാവിന്റെയും മകൻ, അതേ കുഞ്ഞ് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. And this child of a father and mother were admitted in a hospital. അതേ ഓപ്പറേഷൻ വിധേയനാക്കാൻ പോവുകയാണ് ആ കുഞ്ഞിനെ. And that child is about to go through a surgery. ഈ പറഞ്ഞ സമയത്തൊന്നും ഡോക്ടർ വരുന്നില്ല. And the doctor is not coming in time. നമ്മൾ നമ്മുടെ ടൈമിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. We wait for our time. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മനുഷ്യൻ അങ്ങ് ഭ്രാന്തനെ പോലായി. And so this man, he was irritated and disturbed. ഇദ്ദേഹം പറഞ്ഞു, എന്റെ കുഞ്ഞ് മരിച്ചു പോയാൽ ഞാൻ ഈ ഹോസ്പിറ്റലിലെ കണ്ണാടി എല്ലാം തല്ലി തകർക്കുമെന്ന് പറഞ്ഞു. And he said that if my child dies, I'm going to destroy all the glasses in this hospital. ഡോക്ടർ എവിടെ? Where is the doctor? അപ്പൊ നേഴ്സ് പറഞ്ഞു, വരും, ശാന്തമായിരിക്കും. And the nurse said, stay calm, he will come. അങ്ങനെ ഡോക്ടർ ഓടി വന്നു. അതേ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി ആ കുഞ്ഞിന് വേണ്ടതെല്ലാം ചെയ്തു, സർജറി ചെയ്തു, കുഴപ്പമൊന്നുമില്ല, അതെല്ലാം മാന്യമായിട്ട് നടന്നു. താൻ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. And so the doctor took the child to surgery and conducted it well, and then he's leaving. ഈ മാതാവും പിതാവും തങ്ങളുടെ കുഞ്ഞിന്റെ വിവരം അറിയാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. And the father and mother are waiting to learn about the news of the child. വന്ന ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ എന്റെ കുഞ്ഞിന്റെ ആദ്യ സർജറി എങ്ങനെയാണ്? And to the doctor, the parents asked, how did the surgery go? അദ്ദേഹം പറഞ്ഞു, നേഴ്സിനോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞ് അദ്ദേഹം പെട്ടെന്ന് നടന്നു പോയി. And he said, why don't you just ask the nurse? And he left. ഇതാ ഒന്നുകൂടെ അങ്ങ് ചൂടായി. And he became more angry. അപ്പോഴത്തേക്ക് നേഴ്സ് ഇറങ്ങി വന്നു. And so the nurse came. നേഴ്സ് ഇറങ്ങി വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു. And the nurse came and said, ഇപ്പൊ ഈ ഡോക്ടർ എവിടുന്നാ വരുന്ന അറിയാമോ? And do you know where the doctor is coming from? ഡോക്ടറുടെ ഏക മകൻ മരിച്ചു കിടക്കുകയാണ്. This doctor's only son has died. ആ ശവസംസ്കാര ശുശ്രൂഷ നടക്കുന്നതിന്റെ ഇടയ്ക്കാണ് അദ്ദേഹത്തിന്റെ മകനേക്കാൾ നിങ്ങളുടെ മകനെ കൂടുതൽ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ആ ശവസംസ്കാര ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ആ ഡോക്ടർ വന്ന് നിങ്ങളുടെ മകനെ രക്ഷിച്ചത്. That doctor's son has passed away and his funeral is happening right now. It was in the midst of that funeral he came to do this surgery because he loved your child more than his own. അദ്ദേഹത്തിന്റെ മകനേക്കാൾ നിങ്ങളുടെ മകനെ അധികം സ്നേഹിക്കുന്നു. He loved your son more than his own son. നിങ്ങളുടെ മകൻ ഒരു കുഴപ്പമില്ല. Your son is fine. നിങ്ങളുടെ മകൻ രക്ഷപ്പെട്ടു. Your son is saved. പക്ഷേ അദ്ദേഹത്തിന്റെ മകന്റെ ശവസംസ്കാര ശുശ്രൂഷ നടക്കുന്നതിന്റെ ഇടയിലാണ് നിങ്ങളുടെ മകനെ ഓർത്ത് ഓടി വന്നത്. But in the midst of his son's surgery, his funeral is when he came to do the surgery for your child. ഇന്ന് അനേകര് കാര്യമറിയാതെ അതെ അതുവരെ ചൂടായിക്കൊണ്ടിരുന്ന ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്ന ആ മനുഷ്യൻ കരയാൻ തുടങ്ങി. And until then, this man who was angry, he started to cry. അവിടെ നിന്നവരെല്ലാം കരയാൻ തുടങ്ങി. And they all started to cry. നമ്മൾ പറയാതെ അറിയാതെ ഓരോന്ന് കേറി കാട്ടിക്കൂട്ടും. യാഥാർത്ഥ്യം അറിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ മനസ്സിലാക്കുന്നത്. Many a times we say things that we don't need to. When you understand what's happening and the facts around it, that's when you truly understand the situation. അതുകൊണ്ട് ദ്രുതഗതിയിലൊന്നും നമ്മൾ ചെയ്യാതെ കാര്യങ്ങൾ അന്വേഷിച്ച് അതിന്റെ വാസ്തവസ്ഥിതി മനസ്സിലാക്കിയിട്ട് മാത്രമേ കർത്താവിന്റെ നാമത്തിൽ അതെ ഞാൻ നിങ്ങളെ ആ കാര്യം ഓർപ്പിക്കുന്നു. And I want to remind you, do not do anything in haste. Understand the plan and purpose of God before you move forward. Praise the Lord. Praise God. If you believe this, lift your hands and praise God. ഞാൻ പറയുന്ന മെസ്സേജ് നിങ്ങളെ അതെ ടച്ച് ചെയ്യുന്നുണ്ടോ? Is the message that you're hearing, is it touching your heart? ഫറവോൻ കോപിച്ചെന്നാണ് വായിക്കുന്നത്. Pharaoh got angry. എന്നാൽ വായിക്കുന്ന ഫറവോന്റെ കോപം ഉണ്ടായിട്ടും മോശ ഉറച്ചു നിന്നു. Even though Pharaoh was angry, Moses stood firm. എങ്ങനെ? വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു.
Moses, as if he had seen the invisible God, he endured and stood still. ഫറവോന്റെ കൊട്ടാരത്തിൽ കയറുന്നത് നിസ്സാരമായ കാര്യമല്ല. It is not a simple thing to enter the palace of Pharaoh. തലപോകുന്ന ഇടപാടാണ്. Your head could be chopped. താൻ ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് ചെല്ലുമ്പോൾ He went into Pharaoh's palace. അവിടെ വാളും പിടിച്ച് നിൽക്കുന്ന കാവൽക്കാരുണ്ട്. There are soldiers standing there with swords. പല പടി കഴിഞ്ഞ് വേണം പോകാൻ. There's many steps before they get in. എന്നാൽ ഇവർ പേടിച്ചില്ല. But they were not afraid. ഇവർ ധൈര്യത്തോടെ കയറി ചെന്നു. Boldly they went inside. എന്ത് പ്രശ്നമാണെങ്കിലും No matter what the problem. ഞാനൊരു കാര്യം കണ്ടതാണ്. I have seen something. ഞാൻ അദൃശ്യ ദൈവത്തെ കണ്ടതാണ്. I saw the invisible ഞാൻ God. മുൾപ്പടർപ്പിൽ കണ്ടതാണ്. I saw him in the burning bush. അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ അവൻ ഉറച്ചു നിന്നു. He saw the invisible God as if he had seen it. He stood firm. ഇന്ന് പലകാല കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന ദൈവത്തിന്റെ പൈതലേ, Child of God stepping into the ministry of God. നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, When problems come into your life, ഭരണസ്ഥാനത്തിൽ നിന്നുള്ള കോപം കടന്നു വരുമ്പോൾ, when you see the anger kindled against you, നീ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കണം. you need to stand firm as if you had seen this invisible God. ഞാൻ 3-4 മിനിറ്റ് പറഞ്ഞു നിർത്താൻ പോവുകയാണ്. I'm going to say 3 or 4 more minutes and then I'm going to stop. ഇക്കാലത്ത് മോശ ഇസ്രായേൽ ജനത്തെ കൊണ്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. And eventually Moses gets out with the people of Israel. അവർ ചെങ്കടൽ തീർത്ത് വന്നപ്പോൾ, And when they came to the shores of the Red Sea, ഫറവോൻ വരുന്നു. Pharaoh comes. രണ്ടു വശം പർവ്വതങ്ങള്, 2 sides of surrounded by mountains. അതെ മുൻപിൽ ചെങ്കടല്. And in front of them is the Red Sea. ജനമെല്ലാം പിറുക്കാൻ തുടങ്ങി. And all the people are murmuring. മോശ ഇളകിപ്പോയില്ല. Moses did not waver. അവൻ മുൾപ്പടർപ്പിൽ വെച്ച് അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു. He stood firm as if he had seen the invisible God in the burning bush. ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ പൈതലേ, This morning, child of God, നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, when problems come in your life, നിന്റെ ജീവിതത്തിൽ ദുഃഖങ്ങൾ കടന്നു വരുമ്പോൾ, when sadness comes into your life, നിന്റെ വിളി നോക്കുക. look at your call. അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുക. You need to stand firm as if you have seen the invisible സൂർ God. മരുഭൂമിയിൽ വന്നപ്പോൾ, When he came to the desert of Sur, അവിടെ വെള്ളം കിട്ടാതെ വന്നു. when he did not get water, മാറിയിലെ വെള്ളം നോക്കി. he looked to the water at the rock, അവർ പോയി കുടിച്ചു. and they drank of that water. ജനമെല്ലാം പിറുവിറുത്തു. The people started to murmur. മോശ നേരെ കല്ലെടുത്തു. They took stones against Moses. അവൻ ഇളകിപ്പോയില്ല. He did not waver. അവൻ മുൾപ്പടർപ്പിൽ വെച്ച് അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു. He stood firm as if he had seen the invisible God in that burning bush. ഞാൻ ഒരു കാര്യം നിങ്ങളെ ഓർപ്പിക്കട്ടെ. Let me remind you this morning. ഞാൻ കഴിഞ്ഞ 55 വർഷമായി കർത്താവിന്റെ വേലയിൽ ഇറങ്ങിയിട്ട്. For 55 years I've been in the ministry of God. 55 വർഷമായി സഭാശുശ്രൂഷ ചെയ്യാൻ For തുടങ്ങിയിട്ട്. 55 years I am in the pastoral ministry. നിങ്ങൾ വിചാരിച്ചു ഞാനെന്നോ ഇങ്ങനെ സൂട്ടിട്ട് നല്ല സന്തോഷം നടക്കാന്നാണോ? You may have thought that I've always worn this kind of suit and walked around happily. ഞാൻ കടന്നുപോയ പാതകളൊക്കെ ഭയങ്കര പാതകളാണ്. The paths that I have walked are unbelievable. അതേ സഭയ്ക്കകത്ത് ബൈബിൾ വായിക്കുന്ന ഭാഷാ കൂറ്റന്മാരൊക്കെ നമ്മളോട് എതിർത്ത സന്ദർഭങ്ങളുണ്ട്. Inside the church there are the groups of Bashanites that came against me. ഞാൻ ഒരുപാട് അതേ മെന്റലി പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. I have suffered mentally for many problems I faced. എന്നാൽ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നതിനാൽ ഇതുവരെയും എന്റെ യാത്ര തുടരുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. But because I had stood still as if I had seen that invisible God, my journey continues still. ഞാൻ താമസിയാതെ എന്റെ അനുഭവങ്ങൾ ഓരോന്ന് പറഞ്ഞു കേൾപ്പിക്കാം. Before long I am going to start to share each one of my experiences with ഞാൻ you. നോർത്ത് ഇന്ത്യ പത്രി എഴുന്നിട്ടുണ്ട്. I have starved in North India. അത് സാമ്പത്തികമായി വളരെ കുറഞ്ഞിട്ടുണ്ട്. I have suffered financially many a time. എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത എന്റെ മകന് പാല് മേടിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ലാതെ പത്രി എഴുന്നിട്ടുണ്ട്. I was not able to buy milk for my son. ഞാൻ ഒരു ദിവസം ഇങ്ങനെയായി നിങ്ങൾ വിചാരിക്കരുത്. Don't think that I came to this place in one day. ഇന്നും എനിക്ക് അറ്റാക്കുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. Even today attacks come against me. എന്നാൽ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഞാൻ ഉറച്ചു നിൽക്കുന്നു. But I stand firm as if I have seen that invisible God. നിനക്കെതിരായി വരുന്ന ഒരായുധവും ഫലിക്കയില്ല. No weapons that comes against you will affect you. നീ ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചോ. If you have gotten out for God, ദൈവം നിന്റെ കാര്യം നോക്കിക്കൊള്ളും. God will take care of you. നിനക്കെതിരായി വരുന്ന ആയുധങ്ങളെല്ലാം തകർന്നു പോകും. All the weapons that come against you will be destroyed. ടോണി സുവിശേഷത്തിലേക്ക് ഇറങ്ങിയാണല്ലോ. Brother Tony is now going to go into ministry. അതേ അനിൽ സുവിശേഷത്തിലേക്ക് ഇറങ്ങിയാണല്ലോ. Brother Anil is getting into the ministry. മനുഷ്യന്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കല്ലേ. Do not look at the face of man. എബ്രാഹിമിന്റെ വഴക്കുണ്ടാകും. There might be fights. അവര് ചൂലമായി നിങ്ങളുടെ മുഖത്തേക്ക് കടന്നു വരും. Men may come against you trying to attack you. എന്നാൽ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഇന്ന് പൽക്കാലം
ഉറച്ചു നിൽക്കുവാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. But submit yourselves into the mighty hand of God as if you have seen the invisible God. നിങ്ങൾക്കെതിരായി വരുന്ന ആയുധങ്ങൾ തകർന്നു പോകും. The weapons that come against you will be destroyed. പരിശോധന വരാം, Problems will come. പ്രശ്നങ്ങൾ വരാം. Obstacles will അതിന്റെ come. മധ്യത്തിൽ നിന്നെ ഉറപ്പിക്കുന്ന ദൈവം നിന്റെ കൂടെ ഉണ്ട്. In the midst of that, there is a God that will help you stand firm. ഇനി ഞാൻ ഇപ്പൊ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. I'm going to end my message. നമുക്ക് എല്ലാവർക്കും നിർത്തിക്കാം. Can we all stand up? സഹോദരി സഹോദരന്മാരെ, Oh, brothers and നിങ്ങളുടെ sisters, ജീവിതത്തിൽ പരിശോധന വരുമ്പോൾ, when problems come to your നിങ്ങളുടെ life, ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, when obstacles comes against you, ആദരിച്ച ദൈവത്തെ കണ്ടതുപോലെ just like you have seen the invisible ഇന്ന് God, ആൾക്കാർ ഉറച്ചു നിൽക്കുവാൻ if you can stand firm, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. can you submit yourself into the hands of God? നമുക്കൊരു പാട്ട് പാടാം. I ask the choir to come forward. എല്ലാവരും കണ്ണടച്ചാട്ടെ. Let everyone close their ഒരു eyes. നിമിഷം നിങ്ങൾ സമർപ്പിക്കേ. Submit yourself. നിങ്ങൾ തന്നെ ഒന്ന് സമർപ്പിക്കേ. Can you submit yourself? നിങ്ങൾ തന്നെ ഒന്ന് ദൈവത്തിന്റെ ഏൽപ്പിച്ചു കൊടുക്കുക. Can you submit yourselves into the hands of God? ഇന്ന് പൽക്കാലം നിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി കടന്നു വരട്ടെ. The power of God is going to come upon you. ആദർശ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുക. Just like you saw an invisible God, praise Him. ഈ വചനങ്ങളെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. May God bless you with these words. ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ നിത്യനം രാജാവൻ കൂട്ടാളിയാണേ. ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ നിത്യനം രാജാവൻ കൂട്ടാളിയാണേ. എന്തിനി ഭാരങ്ങൾ എന്തിനി വ്യാകുലം കർത്താവിൻ കുഞ്ഞുങ്ങൾ കാണുന്നതായവൻ. എന്തിനി ഭാരങ്ങൾ എന്തിനി വ്യാകുലം കർത്താവിൻ കുഞ്ഞുങ്ങൾ കാണുന്നതായവൻ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ കാണുന്നതായവൻ. ക്രിസ്തീയ ജീവിതം
ഹല്ലേലൂയ.